ഹായ് ഗായ്സ്, കൊറോണ ഒക്കെ ഉണ്ട് കേട്ടോ. മാസ്ക് നമ്മളിപ്പോഴും സേഫായിട്ടിരിക്കുക. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഗ്രൗണ്ടാണ്. നമ്മളിവിടെയാണ് വന്നേക്കുന്നത്. നിങ്ങളെല്ലാം തമ്മിൽ കണ്ടു കാണും. ഞാൻ പട്ടത്തിനെ കുറിച്ച് 2 വീഡിയോ ആണ് ഇട്ടത്. അതിൽ ആദ്യത്തെ വീഡിയോ പട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, രണ്ടാമത്തെ വീഡിയോ അതിൽ എന്താ പറയുക, നൂല് കെട്ടുന്നത് നമ്മൾ മിസ്സായി പോയിരുന്നു. അപ്പോൾ അത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2 വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. പക്ഷേ ഇത് രണ്ടും സക്സസ് ആയെങ്കിലും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഇത് പട്ടം എങ്ങനെയാണ് പറത്തുന്നത് എന്നുകൂടെ പറയാനെന്ന്. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കൊറോണ ആയിരുന്നു, നമ്മുടെ ഇവിടെയൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണായിരുന്നു. അപ്പോൾ അതെല്ലാം കുറഞ്ഞു, വലിയ കുഴപ്പമില്ലാതെ വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. ഇവിടെ എൻ്റെ അനിയൻ ഇത് അവിടെ സ്കൂട്ടറിനകത്തിരിപ്പുണ്ട്, അവനായിരിക്കും ക്യാമറമാൻ. അപ്പോൾ നമ്മൾ പട്ടം ഉണ്ടാക്കുമ്പോഴേ നമ്മൾ 3 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പട്ടം നല്ല രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് വീഡിയോയിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ ടൈ ചെയ്യുന്നതാണ്. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ 2 ലിങ്കുകളും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇടുന്നുണ്ട്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണത് പറത്തുന്നതെന്ന്. അപ്പോൾ അതിനകത്താണ് നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതിൽ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റ് 2 സ്റ്റെപ്പുകൾ, അതായത് പട്ടം ഉണ്ടാക്കുന്നതും ടൈ ചെയ്യുന്നതും ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എവിടെയാണ് പറത്തുന്നത്. അതുപോലെ തന്നെ കാറ്റ്, ഇതൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കേസ് ഇതാണ് ഞാനിന്ന് ഉണ്ടാക്കിയ പട്ടം. ഇതിലാണ് ഞാൻ പറപ്പിച്ച് എങ്ങനെയാണ് ഇത് പട്ടം പറപ്പിക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുള്ളിടത്താണെങ്കിൽ പെട്ടെന്ന് പട്ടം വരും, അതായത് ഓവർ കാറ്റാവരുത്. ഇപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം നല്ല കാറ്റുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ ഇത് പട്ടം പറപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന കായംകുളമാണ്. നമ്മുടെ അതാണ് പടിഞ്ഞാറ് സൈഡ്, ഇത് കിഴക്കാണ്. അപ്പോൾ അവിടെ കടലുള്ളത് കൊണ്ട് കാറ്റ് ആ ഡയറക്ഷനിലാണ് ഉച്ച കഴിയുമ്പോൾ നല്ല രീതിയിൽ കാറ്റ് അങ്ങോട്ടാണ് പോകുന്നത്. അതായത് പട്ടം മുകളിൽ പോയാലും മുകളിൽ അങ്ങോട്ടായിരിക്കും കാറ്റിൻ്റെ ഡയറക്ഷൻ അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം പട്ടം പറത്താൻ. അപ്പോഴാണ് ഈ എന്താ പറയുക, അതിൻ്റെ ഡയറക്ഷനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇത് മുകളിലോട്ട് പറന്നു വരുന്നത്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. വാ. ഗൈസ്, നമ്മൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ പട്ടവും നമ്മളിപ്പോൾ ഈ പിടിച്ചിരിക്കുന്ന നൂലിട്ട് നല്ല ടെമ്പർ ഉണ്ടായിരിക്കണം. ഇത് കണ്ടോ, നല്ല ടെമ്പർ ഉണ്ടായിരിക്കണം. ഇതിങ്ങനെ കൂടുന്ന സമയത്ത് നമ്മളിങ്ങനെ പയ്യെ നൂലടിച്ച് വിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് ലൂസാവുന്ന സമയത്ത് നമ്മൾ പയ്യെ ഇങ്ങനെ ചുറ്റി കയറ്റണം. ഇപ്പോൾ നല്ല ടെമ്പർ ഉണ്ട്, നല്ല കാറ്റുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, നല്ല ടെമ്പർ ഉണ്ട്. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് റോള് തീർന്നതേ, അടുത്ത റോള് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പട്ടത്തിൻ്റെ മേക്കിങ്ങിലാണെങ്കിലും ടൈയിങ്ങിലാണെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. നമ്മൾ അതുപോലെ തന്നെ ഒന്നുകൂടെ നമ്മൾ തെളിയിച്ച് തന്നിരിക്കുകയാണ്. ഇപ്പോൾ പട്ടം നിങ്ങൾക്ക് കണ്ടല്ലോ എത്ര ഉയരത്തിൽ നിൽക്കുന്നത് കണ്ടാൽ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഈ 2 വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുക, ഫോളോ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്ന് പറയുന്ന പോലെ. ആദ്യം ചിലപ്പോൾ ശരിയാവത്തില്ല. അപ്പോൾ നമ്മൾ ഇതുണ്ട്, ഇപ്പോൾ ടെമ്പർ ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ പയ്യെ ഇതിങ്ങനെ ചുറ്റി വിട്ട് കൊടുക്കണം. ഇപ്പോൾ പിന്നെ ടെമ്പർ കൂടി നമുക്കൊരു ടൈറ്റ് ഫീൽ ചെയ്യും, നല്ല രീതിയിൽ ടൈറ്റ് ഫീൽ. അതായത് ഈ കാറ്റ്, മുകളിലത്തെ കാറ്റ് അത്ര സ്ട്രോങ് ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ നൂല് വിടാതെ നമ്മൾ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പൊട്ടിപ്പോവും, അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെട്ടുന്ന സമയത്ത് നൂലായതുകൊണ്ട് ചിലപ്പോൾ ഈ കൈയൊക്കെ മുറിയാൻ ചാൻസ്. ചില ഏരിയയിൽ നല്ല ഓപ്പൺ സ്പേസ് ആയിരിക്കും, പക്ഷേ അവിടെ കാറ്റ് ഭയങ്കര കുറവായിരിക്കും. അതായത് ഈ ഇൻ്റർവെൽ ആ ഒരു അങ്ങനെ മാറി ആയിരിക്കും കാറ്റടിക്കുക. അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കാറ്റടിക്കുന്നത് നോക്കി നിൽക്കുക. എന്നിട്ട് കാറ്റ് വരുന്ന സമയം എല്ലാം പ്രിപ്പയർ ആയി നിൽക്കുക. അത്യാവശ്യം നല്ല ലെങ്തിൽ നമ്മൾ നൂലെടുത്തിട്ട് നമ്മുടെ പട്ടം വേറൊരാളെ കൊണ്ട് പിടിപ്പിക്കുക. നമ്മൾ ഇതുപോലെ പറത്താൻ റെഡി ആയിട്ട് നിൽക്കുക. ഇങ്ങനെ നല്ല കാറ്റടിച്ച് ഇങ്ങനെ ഓപ്പോസിറ്റ് കാറ്റടിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയാം വിട്ടോളാൻ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഓടുക, ബാക്കിലേക്ക് ഓടുന്ന സമയത്ത് നമ്മൾ ഓടുന്ന ഫോഴ്സും ഈ വരുന്ന കാറ്റും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇത് നേരെ മുകളിലേക്ക് നല്ല ഉയർത്തിപ്പോവും. അത്യാവശ്യം ഒരു ലെവലിന് മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി മുകളിൽ നല്ല കാറ്റുണ്ടാവും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മുകളിൽ കയറി വരുമ്പോൾ നമ്മൾ ഓടുന്ന കൂട്ടത്തിൽ തന്നെ നല്ല ടെമ്പർ ഉണ്ടെങ്കിൽ അത് പിടിച്ചുകൊണ്ട് ഓടാതെ നമ്മൾ നല്ല ടൈറ്റ് ഉണ്ടെങ്കിൽ ഓടുമ്പോൾ തന്നെ ഇങ്ങനെ അഴിച്ചഴിച്ച് വിട്ട് ചെയ്യുക.
അതുപോലെ തന്നെ നൂല് മാക്സിമം നൂല് കരുതുക. ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റോൾ നൂലാണ്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് പറത്തിയത്. അതുപോലെ തന്നെ നല്ല ഹൈറ്റുള്ള ടെറസൊക്കെ ഉണ്ടെങ്കിൽ, വീടിൻ്റെ ടെറസൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് അവിടെ പറത്താം. ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഞാൻ പറത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ സൈഡിലൊക്കെ നിൽക്കുന്ന മരമൊക്കെ ഭയങ്കരമായിട്ട് വലുതായി. ഞാൻ ആദ്യം അവിടെ അങ്ങ് പ്ലാൻ ചെയ്തത് പറത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ആ മരമൊക്കെ ഉള്ളതുകൊണ്ട് കയറി കുരുങ്ങാൻ ചാൻസ് ഉണ്ട്. നമ്മളെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വെട്ടാം. പിന്നെ താഴേക്ക് ഇങ്ങനെ താഴേക്കാക്കാം. കാണിച്ച് കണ്ടോ, ഇങ്ങനെ താഴേക്ക് വിട്ടാം. അതായത് നമ്മൾ പട്ടം ഇങ്ങനെ നമ്മളിൽ നിന്ന് കുറേ അങ്ങ് ദൂരേക്ക് അങ്ങോട്ട് ആണ് പോകുന്നതെന്നുള്ളത്, അതായത് ഹൈറ്റ് കുറഞ്ഞിട്ട് നീളത്തിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ താത്ത് വെട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നേരെ കുത്തനെ മുകളിലേക്ക് വരും. ഞാൻ ഒരു ഭാഗ്യപരീക്ഷണമാണ്. അതായത് നമ്മൾ ഈ പട്ടം പറത്തിയിട്ടേ നമ്മൾ ഈ പട്ടത്തിൻ്റെ നൂലിൽ കൂടെ നമ്മൾ കാറ്റാടി കയറ്റി വിട്ടാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ചെയ്യുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പട്ടം പറത്തുന്ന സമയത്ത് പണ്ട് ഇതുപോലെ ചെയ്യാമായിരുന്നു. ഈ കാറ്റാടിയൊക്കെ ഇങ്ങനെ കയറ്റി വിടുമായിരുന്നു. ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇത് ഞാൻ ഉണ്ടാക്കിയ കാറ്റാടിയാണ്. കൊള്ളാം, പൊളി സാധനം. ആ ഡോട്ട് കണ്ടോ, അതാണ് പമ്പരം. നമ്മുടെ പട്ടം തേണ്ട അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഉണ്ട്. രണ്ടും ഏകദേശം അടുത്താണ്. നല്ല കാറ്റുണ്ട്. കാറ്റ് ഒരുപാടാകുമ്പോൾ ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പട്ടം പറത്തുന്നത് ഭയങ്കര സിമ്പിളാണല്ലോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ നല്ല കാറ്റുള്ളൊരു ഏരിയ വേണം, നല്ല ഓപ്പൺ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, അതിനകത്ത് കുറച്ച് ടെക്നിക്സ്, അതായത് നല്ല ടെമ്പർ വരുമ്പോൾ നൂലൊന്ന് അയച്ചു വിടുക, അതുപോലെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്കതിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുക്കും. മാക്സിമം ഞാനത് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ എൻ്റെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇൻസ്റ്റ വഴി കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.